ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. അങ്ങനെ വൈജയന്തി അലീനയ്ക്ക് പണി കൊടുക്കാനായിട്ടാണ് വീട് പൂട്ടിയിട്ട് മുത്തശ്ശിയും കൊണ്ടിട്ട് നമ്മുടെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയേക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് മുത്തശ്ശിയുടെ കാലിലെ പ്ലാസ്റ്ററൊക്കെ അഴിച്ച് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോയേക്കാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്നത്, ഇന്നല്ലല്ലോ ഹോസ്പിറ്റലിൽ പോവേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് അമ്മ കേട്ടാൽ മതി, ഇന്ന് പോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല മോളെ, ആ പെണ്ണ് അവിടെ വരത്തില്ലേ, അപ്പം നീ വീട് പൂട്ടിയിട്ട് താക്കോൽ അവിടെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, എനിക്കറിയാം എന്താ വേണ്ടത് എന്ന് വൈജയന്തി പറയാണ്. അങ്ങനെ കമലയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കമലയോട് പറയുന്നുണ്ട്, അവൾക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് പോകുന്നതാണ് ഞാൻ എന്ന് പറയാണ്. അവൾ ഇന്നലെ വൈകിട്ട് എത്താമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് അവൾ എത്തിയില്ല. അപ്പോൾ അവൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ, ചെറിയൊരു പണിയെങ്കിലും കൊടുക്കണ്ടേ ചോദിക്കുമ്പോൾ ചെറുതല്ല വലിയ പണി തന്നെ അവൾക്ക് കൊടുക്കണമെന്ന് കമലയും സപ്പോർട്ട് ചെയ്യാട്ടോ. അത് ശരിയാണ്, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇനി വൈകിട്ടേ പോകുന്നുള്ളൂ, അവൾ അവിടെ പുറത്ത് ഇരിക്കട്ടെ എന്ന് പറയാണ് വൈജയന്തി കേട്ടോ. അങ്ങനെ കമല പറയുന്നുണ്ട്, അതേതായാലും നന്നായി, അവൾ അവിടെ ഇരിക്കട്ടെ, അവൾക്കിട്ട് അല്ലെങ്കിൽ ഒരു പണി കൊടുക്കണമെന്ന് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഹരിയെ പറ്റി എന്തൊക്കെ മോശമായിട്ടാണ് അവൾ പറഞ്ഞുണ്ടാക്കിയത് എന്നൊക്കെ പറയാണ്. മനു ആണെങ്കിൽ അവളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എന്നൊക്കെ കമല പറയുമ്പോൾ കമലെടുത്തി എന്താണെങ്കിലും മനുവിനെ ഒന്ന് സൂക്ഷിച്ചോ, അവൾ മിക്കവാറും വല വീശി പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാണ്. അവൾ വല വീശി പിടിക്കാൻ ഇങ്ങോട്ടേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ നമ്മുടെ മനുവിന് അനന്യയെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം എന്ന് പറയാട്ടോ വൈജ. അനന്യ നല്ല കൊച്ചാണ്, കാണാനും നല്ലതാണ്, അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതുമാണ്, ഒരേ പ്രൊഫഷനുമാണ്. ഇപ്പം അത് മാത്രമല്ല വൈജെ, ഇന്നാളാണ് അവൻ എന്നോട് ആ കാര്യം പറഞ്ഞത്. എന്താ കമലെടുത്ത് ചോദിക്കുകയാണ്. അതെ, അവൾ കാരണമാണ് അവന് ബാംഗ്ലൂരിലുള്ള ജോലി ഒഴിവാക്കിയിട്ട് ഇൻഫോപാക്ക് എറണാകുളത്തേക്ക് വന്നേക്കുന്നത്, അവളാണ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതെന്ന് മനു എന്നോട് പറഞ്ഞു എന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ, അപ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട് അല്ലേ എന്ന് പറയണേ. അതാണ് എനിക്ക് ആകെ ഒരു ആശ്വാസം. പക്ഷേ ഈ പിശാച് എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഇനി അഥവാ ഇവളുടെ വലയിലെങ്ങാനും അവൻ വീഴോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കമലെടുത്തി, കാരണം മനു അത്ര പൊട്ടനൊന്നും അല്ലല്ലോ, കാരണം അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. ഒരു വേലക്കാരി പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാനൊന്നും മനുവിന് തോന്നത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് ആ ടെൻഷനുണ്ട്. പക്ഷേ ഇപ്പോൾ അനന്യയുടെ അടുത്തേക്കാണ് മനു വന്നത് എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറയണം. അങ്ങനെ എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് പോയാൽ മതി, അവൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയണം. അങ്ങനെ എന്താണെങ്കിലും മക്കളെത്തുന്നതിന് മുൻപ് എനിക്ക് വീട്ടിലെത്തണം, മക്കൾ വരുമ്പോൾ എന്താണെങ്കിലും വീട് തുറന്നു കൊടുക്കണ്ടേ എന്ന് കമലയോട് വൈജ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീന അവിടെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണേ. കാരണം വീട് പൂട്ടിയിട്ട് പോയേക്കാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവാണ്. കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ആരും തുറക്കുന്നില്ല, കിച്ചൻ്റെ ഡോർ ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, എങ്ങനെ അകത്തേക്ക് കയറും എന്നൊക്കെ ഓർത്ത്, ഇവിടെ എവിടെയെങ്കിലും ചാവി ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് രേവതിക്കുട്ടി വിളിക്കുന്നത് കേട്ടോ. ഗ്രേസമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ ചേച്ചി അവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. ഞാനിവിടെ എത്തി മോളെ, പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയണം. എന്താ ചേച്ചി, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ എത്തി, പക്ഷേ ഇവിടെ ആരും ഇല്ല, ഇവർ വീടൊക്കെ പൂട്ടിയിട്ട് ഇങ്ങോട്ട് പോയേക്കാണ്, മുത്തശ്ശിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി എന്ത് ചെയ്യും, വീട്ടിലേക്ക് എങ്ങനെ കയറും എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കറിയില്ല മോളെ, ഇവിടെയൊന്നും ചാവിയൊന്നുമില്ല, എങ്ങനെ ഇപ്പോൾ അകത്തേക്ക് കയറും, അവരെപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല, എന്താണെങ്കിലും അവർ വരുന്നത് വരെ നോക്കാം എന്നൊക്കെ പറയണേ. ചേച്ചി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക്, ഇനി അവർ വന്നില്ലെങ്കിൽ ചേച്ചി ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയണം. വിളിച്ചു നോക്കണം, സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം, മാഡത്തിൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയാട്ടോ. അങ്ങനെ അലീന അങ്ങനെ രവതിക്കുട്ടീനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മയും ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ട്. എന്ത് പറ്റി അലീന, ആരും ഇല്ല അവിടെയും ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി, ഇവർ എനിക്കിട്ട് പണി തന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, ഞാൻ വരുമെന്ന് അറിയാം, പക്ഷേ ആ സമയത്ത് തന്നെ വീടൊക്കെ പൂട്ടി പോയേക്കാണ്, ഇനി എപ്പോഴാണ് തിരിച്ചു വരിക ഒന്നും അറിയത്തില്ല, എങ്ങോട്ടാണ് പോയത് എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണേ. എന്താണെങ്കിലും മോളൊരു കാര്യം ചെയ്യുക, ആ ബാലചന്ദ്രൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പം അദ്ദേഹം പറയുമല്ലോ എന്താ ചെയ്യേണ്ടത് എന്ന് പറയണേ. ശരിയാണ്ടി, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ സാർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഷോപ്പിലാണ് അലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാർ ഞാൻ വിളിച്ചത്, ഞാൻ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയണേ. വീട്ടിലെത്തിയോ, എന്നിട്ട് എന്താ വിശേഷം, എന്നിട്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ സാർ ഇവിടെ ആരുമില്ല, വീടൊക്കെ പൂട്ടിയിട്ടേക്കാണല്ലോ, എവിടേക്ക് പോയതാ എന്ന് ചോദിക്കുകയാണ്.
അതോ വീട് പൂട്ടിയേക്കാണോ എവിടെയൊക്കെ പോയതെന്ന് വെച്ചാൽ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നീ വന്നിട്ടായിരിക്കും പോകുന്നത് എന്നാണ് ഞാൻ കരുതിയത് എന്ന് മുത്തശ്ശി ബാലചന്ദ്രൻ പറയണേ. ഇല്ല സാർ, ഇവിടെ ആരുമില്ല, താക്കോൽ എവിടെയാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വൈജി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. എവിടെയാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ, ഹോസ്പിറ്റലിലേക്കാണ് പോയത്, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് തന്നെ വരേണ്ടതാണ്, എന്താണെങ്കിലും ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വൈജിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഫോണിൽ കിട്ടുന്നില്ല കേട്ടോ, ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. 2-3 തവണ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അലീന ഒരു കാര്യം ചെയ്യാമോ, എൻ്റെ കയ്യിൽ വീടിൻ്റെ ഒരു എക്സ്ട്രാ കീ ഉണ്ട്, അത് പക്ഷേ എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല, അലീന ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ, എന്നാൽ ഞാൻ കീ തരാം എന്ന് പറയണം. ആ ശരി സാർ, ഞാൻ വരാം, പക്ഷേ എവിടെയാണ് കട എന്നൊന്നും എനിക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോയിൽ കയറിയിട്ട് കടയിലേക്ക് ചെല്ലാനുള്ള വഴിയൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ബാഗ് കയ്യിലെടുക്കുന്നുണ്ട്, കവർ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അലീന കടയിലേക്ക് പോവുകയാണ്, ഓട്ടോ കയറി പോവുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും നമ്മുടെ വൈജി കേട്ടോ. മുത്തശ്ശി വൈജിയോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. നീ എന്ത് പണിയാണ് കാണിച്ചത്, നമ്മളിനി എപ്പോൾ പോകാനാണ് ഇവിടെ നിന്ന്, ആ പെങ്കൊച്ച് അവിടെ വന്നിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പെങ്കൊച്ച് അവിടെ വന്നെങ്കിൽ അവിടെ ഇരുന്നോളൂ, അമ്മയ്ക്ക് എന്താ ഇത്രക്ക് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. നീ എന്ത് അപരാധമാണ് ചെയ്യുന്നത്, എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്, നമ്മൾ വരുന്നത് വരെ അത് വീടിൻ്റെ പുറത്തിരിക്കണ്ടേ, അത് വല്ലതും തിന്നോ കുടിച്ചോ എന്നൊന്നും അറിയത്തില്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോകുന്നതായിരിക്കും, ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും, എന്നിട്ട് നീ എന്താണ് ഈ ചെയ്തത്, അതിന് വല്ലതും തിന്നാനോ കുടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കണം. അമ്മയ്ക്ക് അവളുടെ കാര്യത്തിൽ എന്താണ് ഇത്രയ്ക്ക് വിഷമം, അമ്മയുടെ മോള് ഞാനല്ലേ, അമ്മയുടെ പേരക്കുട്ടികൾ മറ്റുള്ളവരില്ലേ, അവരെക്കുറിച്ച് ഓർത്താൽ പോരെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, എന്നെ അത്രയും കാര്യമായിട്ട് നോക്കുന്നത് അവൾ മാത്രമാണ്, അതുകൊണ്ടാണ് എനിക്ക് അവളെക്കുറിച്ച് മാത്രം ചിന്തയുള്ളത്, എന്താണെങ്കിലും ഒരു മനുഷ്യ ജീവനല്ലേ, അതിന് വേണ്ട ഒരു പരിഗണന കൊടുക്കണ്ടേ, എന്നാൽ കീ നിനക്ക് അവിടെ വെച്ചുവിടായിരുന്നോ, അല്ലെങ്കിൽ ബാലനെ വിളിച്ച് പറയാം, അവൾ വരുമ്പോൾ ആ കീ ഒന്ന് എടുത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്, ബാലൻ്റെ കയ്യിലുണ്ടല്ലോ എക്സ്ട്രാ കീ എന്നൊക്കെ ചോദിക്കണം. ഇനിയിപ്പോൾ ബാലചന്ദ്രനോട് പറയാത്ത കുറവേ ഉള്ളൂ, ബാലചന്ദ്രൻ കേട്ട ഉടനെ ഓടി അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് വാതിലും തുറന്ന് വേണമെങ്കിൽ അവൾക്ക് കാവലും ഇരിക്കും അവിടെ എങ്ങോട്ടും പോവാതെ എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെയാണ് വൈജി പറയുന്നത് എന്നൊക്കെ പറയണം, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, നീ എന്ത് ദ്രോഹമാണ് ആ പെങ്കൊച്ചിനോട് ചെയ്യുന്നത്, എന്നിട്ടും അതൊക്കെ സഹിച്ച് അവൾ അവിടെ നിൽക്കുന്നില്ലേ എന്നൊക്കെ പറയണം. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എത്ര നല്ലതായിരുന്നു വൈജി, നിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയായി പോയത്, എല്ലാവരോടും നിനക്ക് എന്തൊരു സ്നേഹമായിരുന്നു, എല്ലാവർക്കും നിന്നോടും ഭയങ്കര സ്നേഹമായിരുന്നു, എന്നിട്ടും നീ എന്താണ് ഇപ്പം ഇങ്ങനെയായി പോയത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി കേട്ടോ. എത്ര നല്ലതായിരുന്നു നീ, എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ഒരു മോശമായിട്ട് സ്വഭാവം, നിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയായിപ്പോയത് എന്നൊക്കെ ചോദിക്കണം. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ എല്ലാവരോടും പെരുമാറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വൈജ പറയുകയാണെ. അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ആഗ്രയിൽ പോയതാണ് ഏറ്റവും വലിയ കുഴപ്പമായത്, നിന്നെ ഞാൻ ആഗ്രയിലേക്ക് പറഞ്ഞയച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്, അവിടെ പോയി വന്നതോടുകൂടിയിട്ടാണ് നിൻ്റെ സ്വഭാവം മാറിയത്, നിൻ്റെ ജീവിതം മാറിയത്, അങ്ങനത്തെ ഒരു എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായതൊക്കെ നീ ആഗ്രയിൽ പോയത് കാരണമാണ്, എന്നിട്ടാണോ നീ അലീനയെക്കുറിച്ച് പിഴച്ചവളെന്ന് അവളെ അമ്മ പിഴച്ചു പറ്റത്താന്നൊക്കെ പറയുന്നത്, അവനവൻ്റെ കാര്യം മറന്നുകൊണ്ടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വൈജയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. എന്താ ഇപ്പം ഇതിന് മറുപടി പറയാനുള്ള, കാരണം വൈജയുടെ പാസ്റ്റ് അറിയാവുന്നത് മുത്തശ്ശിക്കാണ്, കമലയ്ക്ക് പോലും അറിയില്ല കേട്ടോ വൈജയുടെ പാസ്റ്റ്, കാരണം വേറെ ആർക്കും അറിയില്ല, കമലയ്ക്ക് അറിയത്തില്ല, അവിടെയുള്ള ആ ഗംഗാധര മേനോനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ മുത്തശ്ശിക്കും മുത്തശ്ശിന് ശിവേട്ടനൊക്കെ അറിയാം, പക്ഷേ കമലയ്ക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കമല കേൾക്കുമെന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോൾ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, അമ്മ നിർത്ത് എന്ന് പറയണ വൈജ, ഞാനൊന്നും പറയുന്നില്ല, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, അവനവൻ്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ മേലിൽ കുറ്റങ്ങൾ ചാർത്തുമ്പോൾ ഓർക്കണം, നമ്മൾ എത്രത്തോളം ശരിയായിരുന്നു, നമ്മൾ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത് ഓർക്കണം എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് കൂടുതലൊന്നും അമ്മയും പറയിപ്പിക്കണ്ട, എല്ലാം കൂടെ അങ്ങനെ ആക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും കൂടിയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് നിങ്ങളെല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ ആരാടി നിൻ്റെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയത്, നീ തന്നെയല്ലേ അവിടെ പോയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതും എല്ലാ കുഴപ്പത്തിലും ചെന്ന് ചാടിയതും നീ തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ നിർത്തി, എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് വൈജയോട് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശി ആ സമയത്ത്. പിന്നീട് കാണിക്കുന്നത് അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്
ചെല്ലുന്ന കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ വാ അലീന എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്, കടയിലേക്കൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഇത് ആരാന്നൊക്കെ കടയിലുള്ളവർ ചോദിക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ടാവും സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന കുട്ടിയാണെന്നൊന്നും തോന്നത്തില്ല, കണ്ടാൽ സാറിൻ്റെ മകളാണെന്നേ തോന്നത്തുള്ളൂ. അങ്ങനെ ഒരു നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു ഇതുണ്ട്, സാറിൻ്റെ വൈഫിൻ്റെ ഒക്കെ ഏകദേശം ചായയൊക്കെ ഉണ്ട് ഇവൾക്ക് എന്ന് പറയാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് കേട്ടോ. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം അമ്മയുടെ ഏകദേശം മുഖച്ചായ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഏത് മക്കൾക്കാണെങ്കിലും സന്തോഷമില്ലേ. അപ്പോൾ അലീനയ്ക്കും അതിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ അതിന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞങ്ങൾ മകളെ പോലെ തന്നെയാണ് കാണുന്നത്, എനിക്ക് എൻ്റെ കൃഷ്ണമോളും ഭവിതയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ഇവളെയും കാണുന്നത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ പോകുന്നു സാർ, എന്നാലല്ലേ 9 മണിയാകുമ്പോഴേക്കെങ്കിലും ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയണേ. അപ്പം നീ വല്ലതും കഴിച്ചിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാൻ, പക്ഷേ ഞാൻ ഇനി ഇവിടെ എത്താൻ നേരം വൈകിയാലോ എന്ന് ഓർത്തിട്ട് ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല, ചായ മാത്രം കുടിച്ചിട്ട് പോകുന്നു എന്ന് പറയണേ. ഇപ്പം ഏകദേശം 10 മണി കഴിഞ്ഞ് 11 മണി ആവാറായാലും ഇത്രയും നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലേ, എന്നാവാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ആദ്യം എന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയണേ. അയ്യോ വേണ്ട സാർ, ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചോളാം, എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ എന്തായാലും ഉച്ചക്കത്തേക്കൊക്കെ, അപ്പം ഞാൻ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊന്നും നിൽക്കണ്ട, നമുക്കിപ്പോൾ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്ന് പറയാണ്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ അലീനയും കൂട്ടി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് അയാൾ പറയുന്നുണ്ട് ഞാൻ വൈജിയെ വിളിച്ചു, പക്ഷേ വൈജിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുമ്പോൾ അലീന പറയുന്നത് അത് സ്വിച്ച് ഓഫ് ആയതൊന്നും ആയിരിക്കത്തില്ല, ബാലചന്ദ്രൻ പറഞ്ഞത് ഫോണിലെ ബാറ്ററി തീർന്നിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാകും എന്നാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കത്തില്ല സാർ, ഞാനെങ്ങാനും വിളിച്ചാലോ എന്ന് ഓർത്തിട്ട് മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും, എന്താണെങ്കിലും ഇത്ര നേരമായിട്ടും എവിടെ പോയതാണ് അവൾ എന്നിങ്ങനെ പറയണ ബാലചന്ദ്രൻ. ഒരു പക്ഷേ ഇനി മുത്തശ്ശിയും കൂട്ടിയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അതിനും ചെറുതായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്, അല്ലാതെ വേറെ ഇപ്പം എങ്ങോട്ടും പോകാൻ സാധ്യതയില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരേണ്ട കാര്യമുള്ളൂ, ഈ ചിലപ്പോൾ നിനക്കിട്ടൊരു പണി തരാനായിട്ട് ചെയ്തതായിരിക്കും എന്ന് പറയണം ബാലചന്ദ്രനും. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, അതിന് മിക്കവാറും എന്നെ ഒന്ന് എനിക്കൊന്ന് പണി തരാനായിട്ട് ചെയ്തതായിരിക്കും മാഡം എന്ന് അലീനയും പറയുന്നുണ്ട്. എന്തായാലും സാരമില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സാറിൻ്റെ കടയിലൊക്കെ ഒന്ന് വന്ന് ഇവിടെയൊക്കെ കാണാനൊക്കെ പറ്റിയല്ലോ എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കഴിച്ചതിന് ശേഷം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല വിശേഷമാണ്, അലീനയ്ക്ക് അവിടെ ഭയങ്കര സുഖമാണ്, അവർ സ്വന്തം മകളെപ്പോലെയാണ് അവളെ നോക്കുന്നത് എന്നൊക്കെ പറയാണ് അലീന കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ നിനക്കിവിടെ ഭയങ്കര ദ്രോഹമാണല്ലേ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല സാർ, ഞാനിവിടെ ഹാപ്പിയാണ്, ഞാൻ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോകാനാണ്, എനിക്കിവിടെ മാത്രം നിന്നാൽ മതി എന്നൊക്കെ പറയാണ് അലീനി. അതെന്താ അങ്ങനെ, ഇവിടെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും എല്ലാവരും നിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടും പ്രത്യേകിച്ചും വൈജ ഇങ്ങനെ ഇട്ട് ദ്രോഹിച്ചിട്ടും നിനക്ക് ഇവിടെ നിന്ന് പോവണ്ട എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോവണ്ട, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയണം. ശരി, എന്തായാലും നീ ചായ കഴിക്ക്, അത് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് പറയണം. അങ്ങനെ അലീന ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന അലീന വീട്ടിലെത്തിയതിന് ശേഷം അകത്തൊക്കെ കയറി നോക്കുക കേട്ടോ. വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കിട്ടിയ സമ്മാനങ്ങളുണ്ടല്ലോ, നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനൊക്കെ കൊടുത്ത സമ്മാനങ്ങൾ, അതൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ബാഗൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് പെട്ടെന്ന് അവൾ കിച്ചണിലൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ഇരിക്കുന്നു, ഒന്നും ക്ലീൻ അല്ല കേട്ടോ. റൂമൊക്കെ ഹോളും ലിവിങ് ഏരിയ ഒക്കെ മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. അതുപോലെ മുത്തശ്ശിയുടെ റൂമിലാണെങ്കിൽ കഴിച്ച പ്ലേറ്റ് അതേപോലെ അവിടെ തന്നെ ഇരിക്കുന്നു, അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഒരു യുദ്ധക്കളം പോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് വൈജയന്തി. അങ്ങനെ അതൊക്കെ കൂടി കണ്ടപ്പോൾ അലീനയ്ക്ക് തന്നെ ഇത്രയും 2 ദിവസം മാറി നിന്നപ്പോഴേക്ക് ഇത്രയൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചോ എന്ന് ഇങ്ങനെ അതിശയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ ഒന്ന് സെറ്റാക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ താനൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ വീട് ആകെ അലങ്കോലമാകുമല്ലേ എന്ന് അലീന ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്. പിന്നീട് വൈജയന്തി മുത്തശ്ശിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഭാഗമാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നാളത്തെ എപ്പിസോഡിൽ അത് കാണിക്കണമെന്നില്ല, മിക്കവാറും മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും, അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വൈജയന്തി മുത്തശ്ശിയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അലീന വീട്ടിനകത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന വൈജയന്തി കാണിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും എപ്പിസോഡ് അവസാനിക്കാൻ സാധ്യത. പിന്നെ വൈജയന്തി വീട്ടിലെത്തിയിട്ടുള്ള
പ്രശ്നങ്ങളൊക്കെയാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാലചന്ദ്രൻ്റെ അടുത്ത് അലീന ചെന്നതും അവിടുന്ന് കീ വാങ്ങിയതും അതുപോലെ ബാലചന്ദ്രൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി കൊടുത്തതൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന വൈജയന്തിയുടെ ഒരു കലിപ്പ് കാണാനുണ്ട്. പിന്നെ വൈജയന്തിക്ക് ബാലചന്ദ്രനും അലീനയും വെച്ചിട്ട് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.